നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നിങ്ങൾക്കായിട്ട് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഷഫിൾഡാണ് എടുക്കുകയാണ്. നമശിവായ. ദി സ്റ്റാർ, 6 ഓഫ് കപ്സ്, നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു. 6 ഓഫ് വാൻഡ്സ്, ലവേഴ്സ്, എംപ്രസ്, 2 ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് വാൻഡ്സ്, ഓക്കെ, 8 ഓഫ് വാൻഡ്സ്, ശരി, പേജ് ഓഫ് പെൻഡക്കിൾസ്. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ലക്കി ചാമാണ് എന്നവർ കരുതുന്നു. 6 ഓഫ് കപ്സ് വെച്ച് വളരെ സ്നേഹത്തോടെ നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ സമയമൊക്കെ ഇവർ ആലോചിക്കുന്നതായിട്ട്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്, ഇടപഴകിയതൊക്കെ അവർ ആലോചിക്കേണ്ടത്. ഒരാളെ സ്നേഹിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഓർമ്മ വരില്ലേ. ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് നിങ്ങളുമൊത്തൊരു ജീവിതം, ഒരു സ്നേഹബന്ധം അവർക്കെന്നും നിലനിർത്താൻ സാധിക്കണം എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ലവേഴ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തത്. നിങ്ങളുടെ സ്നേഹവും അവർ മനസ്സിലാക്കുന്നുണ്ട്. പരസ്പര സ്നേഹമാണ് എന്നവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എംപ്രസ് വെച്ച് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ അത്രയും കെയറും സ്നേഹവും ഒന്നും അവർക്ക് ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും എവിടെയോ ഒരു കൺഫ്യൂഷൻ, എന്തോ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കായക അവിടെ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ 2 ഓഫ് പെൻഡക്കിൾസ്. ഡിവൈൻ എന്തുകൊണ്ടാണ് അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നു കേട്ടോ. ഇത് അവരുടെ പാരൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ സ്പൗസ്, കുട്ടികൾ, അങ്ങനെയും ആവാം. എന്തു തന്നെ ആയാലും അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല. ഓക്കെ, എല്ലാവർക്കും ഒന്നും എടുക്കരുത്. ചിലർക്ക്, ആർക്കാണോ അത് റെസനേറ്റ് ആവുക. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അത് അവരുടെ സ്പൗസാണ്. അല്ല, മാരീഡ് അല്ലെങ്കിൽ അവിടെ പാരൻസിൻ്റെ പ്രസൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെയും എടുക്കാം കേട്ടോ. ഈ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ദൂരദേശത്തേക്ക് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യവും വരുന്നുണ്ട്. അവരതിൽ കൺഫ്യൂസ്ഡാണ്. പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. റെസ്പോൺസിബിലിറ്റി ഒരു വശത്ത്, നിങ്ങളെ വിട്ടു പോകുന്ന വിഷമം ഒരു വശത്ത്, അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടും കാണുന്നു. 8 ഓഫ് വാൻഡ്സ് വെച്ച് ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ അവരുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു കോൾ, മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് ഇവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. നിങ്ങളുടെ പഴയ മെസ്സേജസൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഫോട്ടോസ് കൈവശം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. മെസ്സേജ് അയക്കുന്നതിനെ പറ്റി, കോണ്ടാക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഇവർ വളരെ തീവ്രമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പലർക്കും ഇന്നൊരു കോളോ മെസ്സേജോ എല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്.